എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആരും ചെയ്യാതെ ഒരു ടച്ച് ഇട്ട പോലെ ആയിപ്പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ക്രാഫ്റ്റൊക്കെ ചെയ്ത് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഴയ മാസ്ക് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ പഴയ മാസ്ക് വെച്ചിട്ടുള്ള 1-2 ക്രാഫ്റ്റ് ഐഡിയാസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇപ്പോൾ ഞാൻ കുറച്ച് മാസ്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഇഷ്ടം പോലെ മാസ്ക് ഉണ്ടാവില്ലേ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ എടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതെല്ലാം വേണ്ട, അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഭാഗമല്ലേ, ആ ഭാഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. 2 സൈഡും കട്ട് ചെയ്യണേ. നമുക്ക് തൽക്കാലം ഈ വള്ളിയൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ 2 സൈഡില്ലേ, അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മടക്കൊക്കെ നമുക്ക് അഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നിവർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിനെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് മുറിക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു സെൻറ്ററിലൊന്ന് മടക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ലെയറുകളൊക്കെ ഇങ്ങനെ പോരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗ്ലൂ ഗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടോ ആദ്യം ഈ ഇങ്ങനെ പോരാൻ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഈ സൈഡ് മാത്രമല്ല മറ്റേ സൈഡും ഒന്ന് ശരിയാക്കണം. ഇനി നമ്മളിതാ ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇനി അതിനൊന്നുകൂടെ ഒന്നിങ്ങനെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് എന്തിനാണെന്നറിയോ, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു സ്ട്രിപ്പുകളാക്കി കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കയറിയിട്ട് അത് 2 കഷ്ണമാവരുത് കേട്ടോ. ഒന്ന് സൂക്ഷിച്ചിട്ട് ഇങ്ങനെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ കുഞ്ഞായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു 3/4 ഭാഗത്തോളം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നടുവേ ഇങ്ങനെ നിവർത്തുമ്പോഴില്ലേ, ആ ഒരു നടുഭാഗം ഇങ്ങനെ മടങ്ങി നിൽക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെ കട്ടായിട്ടുണ്ടാവില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്കിതിൻ്റെ ആ ഒരു കമ്പി വരുന്ന ഭാഗം നേരത്തെ കട്ട് ചെയ്തില്ലേ, അതും ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ ഇങ്ങനെ ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഈ ഒരു മാസ്കിൻ്റെ നമ്മൾ വയ്ക്കുമ്പോൾ മൂക്കിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു കമ്പി പോലത്തെ ഉള്ളിലുണ്ടാവില്ലേ, ആ കമ്പി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊരു ഹോള് പോലെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേണം നമുക്ക്. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സെൻറ്ററിലും ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പുറത്തെടുത്ത ആ ഒരു കമ്പിയില്ലേ, അതിൽ ഞാൻ ലേശം ഗമ്മാക്കിയിട്ട് ആ ഒരു ചെറിയ പീസാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. വലുത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചുറ്റാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുറ്റുന്നതിനനുസരിച്ചിട്ട് ഒന്ന് ഗമ്മ് തേച്ച് കൊടുത്തോളൂ. അപ്പോൾ കറക്റ്റായിട്ട് നിന്നോളും. ഇത് ഫുള്ളൊന്ന് നമുക്ക് ചുറ്റിയെടുക്കാം. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഗമ്മ് തേക്കണം കേട്ടോ. പിന്നെ നമുക്കിതാ ഈ വലിയ പീസില്ലേ, അത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതൊന്ന് ലെവലാക്കി കൊടുക്കുക സൈഡിലൊക്കെ. എന്നിട്ട് ഇതുപോലെ അതിലേക്ക് കുറച്ച് ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചുറ്റിയ പോലെ തന്നെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ അതാ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ തന്നെ കുറച്ചെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ആ വലുത് നമ്മൾ ചുറ്റുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ 2 പീസിൽ നിൽക്കുന്നതൊന്ന് ഒട്ടിച്ചിട്ട് വേണം ചുറ്റാൻ കേട്ടോ. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് ചുറ്റിയെടുക്കാം. ഇപ്പോൾ അടുത്ത ഫ്ലവറും ചെയ്തെടുത്തു കണ്ടോ. ഒരു മാസ്കിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലത്തെ 2 എണ്ണം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എത്ര ഭംഗിയിലാണ് വേസ്റ്റാക്കി കളയുന്ന ആ ഒരു മാസ്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഫ്ലവറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയ 2 ഇലകൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫില്ലേ, അതാണ് ഓരോന്നിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാത്തിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ കുഞ്ഞ് ലീഫ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കുഞ്ഞു ഫ്ലവർ വേസിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മാസ്ക് വെച്ചിട്ടുള്ള ഈ ഫ്ലവേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി അടുത്തൊരു സിമ്പിളായിട്ടുള്ള ഐഡിയയും കൂടി കാണിച്ചു തരാം. ഇവിടെ ഞാനിതാ ആ മാസ്കിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നടുവിലത്തെ ഭാഗം ഇങ്ങനെ നിവർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ബ്ലൂ കളറും പിന്നെ മറ്റേ ഭാഗം ഒരു വൈറ്റ് കളറാണല്ലോ, ആ ഭാഗവും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്.
ഇനി ഈ ലൈറ്റ് ബ്ലൂ കളറുള്ള പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ മടക്കി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കില്ലേ, ആ രീതിയിൽ കേട്ടോ, ഫുള്ളൊന്ന് മടക്കണം. ഇനി കഴിയുമ്പോൾ ആ ഒരു നടുഭാഗം കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഒരു നൂല് വെച്ചൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി ഞാൻ ആ വൈറ്റ് കളറുള്ളതും അതുപോലെ തന്നെ ഒന്ന് ഇതുപോലെ മടക്കിയെടുത്തിട്ട് നടുഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാൻ പോവാണേ. ഇനി ഇതിന് ഇത്രയും വലുപ്പം വേണ്ട, ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കാൻ പോവാണ് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് മറ്റേത് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു മുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലുള്ള എന്തെങ്കിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ സെൻറ്ററിൽ. ഇനി മാസ്കിൻ്റെ ആ ഒരു വൈറ്റ് പേപ്പർ പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല, അതിൽ നിന്നൊരു ചെറിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു ഹെയർ ബാൻഡും ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഈ പീസ് ഞാൻ ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ, ഒന്ന് റൗണ്ടിൽ ചുറ്റിയിട്ട്. അപ്പോൾ അതാ ഒരു ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി, കണ്ടിട്ട് അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത്രയ്ക്ക് വലുത് വേണ്ടെങ്കിൽ ചെറുതായിട്ട് ചെയ്താലും മതി. ടിക് ക്ലിപ്പൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ മുകളിലും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തെന്ന 2 ഐഡിയാസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാസ്ക് ഇനി കളയാതെ നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പുതിയ ഐഡിയാസുമായിട്ട് ഞാൻ വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും പ്രാർത്ഥനാസ് മാജിക് കിച്ചനും എല്ലാവരും കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.